ഹായ് എവരി വൺ, ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ 65 ഉണ്ടാക്കിയാലോ. കോളിഫ്ലവർ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒത്തിരി കുഞ്ഞ് പീസാക്കേണ്ട, ഒരു മീഡിയം നമുക്ക് എടുത്തിങ്ങനെ വായിലിട്ട് കടിക്കാൻ, നമുക്ക് ഒരു പീസായിട്ട് എടുത്ത് വായിൽ കടിക്കാൻ പറ്റണം. അതുപോലുള്ള ചെറിയ പീസുകളാക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ മുറിച്ച് വെച്ച പീസുകളെല്ലാം അതിനകത്തിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് അതിനകത്ത് മുങ്ങി. ചെറിയ വാം വാട്ടറാണ്, ഒത്തിരി ചൂടുള്ള വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം അത് നമുക്ക് ഇതുപോലൊരു സ്ട്രെയിനറിനകത്തോട്ട് എടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ഫുൾ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിനി നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതൊരു ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് കോൺഫ്ലവർ ആണ്. അതേ കപ്പിൽ അതേ മെഷർമെൻറ്റിൽ തന്നെ ഇനി 1 കപ്പ് നമുക്ക് അരിപ്പൊടി, രണ്ടും ഈക്വൽ അളവിലാണ് എടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള ഫൈനായിട്ടുള്ള പൊടിയില്ലേ, നമ്മൾ ഇടിയപ്പം അതിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ തേക്കേണ്ടത് നമുക്ക് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവില്ലാത്ത പൗഡറാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, അതും കൂടെ നന്നായി ചതച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുത്തോ. അത് അങ്ങനെ വേണം. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഒരു ഫുൾ സ്പൂൺ വേണ്ട, ഒരു ഹാഫ് സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പൗഡറായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ജീരകം ചേർത്ത് ഇനി നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. ചിക്കൻ 65 ആയതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ജസ്റ്റ് ഫ്രൈ ആണെങ്കിൽ ഗരം മസാലയുടെ ആവശ്യമില്ല. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടി. കുരുമുളക് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ളത്, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഈ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഈ തൈരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് ചേർക്കാനുള്ള വെള്ളമാണ്. വെള്ളം നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഇത് ഒത്തിരി അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആദ്യം 1 കപ്പ് ഒഴിച്ചൊന്ന് കലക്കി ഒരു ഫുൾ ഗ്ലാസ് ഒഴിച്ച് നോക്കുക. എന്നിട്ട് കലക്കിയിട്ട് നമുക്കത് അനുസരിച്ച് ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ഈ ബാറ്റർ നമുക്ക് പിന്നെ ഇത് കിട്ടത്തില്ല. നമുക്ക് ഒത്തിരി വെള്ളമാകരുത്, ഒത്തിരി തിക്കും ആവരുത്. ഒരു മീഡിയം പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്നാവണം. ഈ ഒരു അവസ്ഥയാവും. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഇതിലാണ് ഇങ്ങനെ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരുന്നാൽ അതിൽ തിക്കായിട്ട് പിടിക്കത്തുള്ളൂ. കുറച്ചും കൂടെ വേണമെങ്കിൽ ലൂസാക്കണ്ട, കാരണം നമ്മൾ ഈ കോളിഫ്ലവർ ഇടുമ്പം അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസായേക്കും. ഈ അളവിൽ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലവറും ഈ അരിപ്പൊടിയും ഈക്വൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കുറച്ചായിട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിലെല്ലാം പിടിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ശരിക്കും പിടിച്ച് കഴിയുമ്പോൾ ഇനി അടുത്തതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പിടിക്കും. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ച് ഈ മാവിലെല്ലാം ഈ ബാറ്ററെല്ലാം ഈ കോളിഫ്ലവറിലായിട്ട് ഒന്ന് പിടിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൊക്കെ ഉപ്പും ഇതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടും. അത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. അതായത് ബാറ്റർ നന്നായിട്ട് പിടിച്ചിരിക്കണം ഈ കോളിഫ്ലവറിൽ. അല്ലെങ്കിൽ എന്താവും എന്നറിയാമോ, നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതങ്ങ് പൊട്ടി അങ്ങ് വിട്ടു പോകും. ഈ ബാറ്റർ അതിൽ ഇരിക്കില്ല. ഇത് കണ്ടില്ല, ഇത് ഇങ്ങനെ ഒരു പീസ് നമുക്ക് എടുക്കണം. ഇനി എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ചൂടല്ല, നല്ല ചൂടാവണം. നമ്മൾ 180 അല്ല, ഒരു നല്ല 180 ഡിഗ്രി നമ്മൾ വെള്ളം തിളയ്ക്കുന്ന ആ ചൂടില്ല, അതുപോലെ നല്ല ചൂടാവണം. എന്നിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരിക്കുന്ന ബാറ്ററെല്ലാം ഇതിൽ നിന്ന് പൊടിഞ്ഞിട്ട് ഈ കോളിഫ്ലവർ സെപ്പറേറ്റും ഈ ബാറ്റർ സെപ്പറേറ്റും ആയിപ്പോവും. ഇങ്ങനെ ഉണ്ടോ, നല്ല ചൂടെണ്ണയിൽ ഒഴിക്കുമ്പോൾ അത് അപ്പം തന്നെ പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ എടുക്കുവാണ്. അതായത് കണ്ടില്ലേ, നല്ലതായിട്ട് ഒട്ടും ഒന്നിലും പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സെപ്പറേറ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെ ഫ്രൈ ആയിട്ടും കഴിക്കാൻ. ഒരെണ്ണം പോലും ഒന്നേലും ഒട്ടിയിട്ടില്ല. ബാറ്ററെല്ലാം അതിൽ പിടിച്ച് നല്ല തിക്ക് നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്ക് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ 1 സ്പൂൺ എണ്ണ എടുത്തിട്ട് 1 സ്പൂൺ എണ്ണ എടുക്കുക.
എന്നിട്ട് നമുക്കിനി ഇതിനൊരു ചെറിയൊരു കൂട്ട് പോലെ ഉണ്ട് 65 ആയതുകൊണ്ട് ജസ്റ്റ് ഫ്രൈ മതിയെങ്കിൽ അത് മാത്രം അങ്ങനെ കഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ഓൾറെഡി ചൂടായ എണ്ണയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളി, നല്ല ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് പിന്നെ പച്ചമുളക്, കരിയാപ്പില, നല്ലേറെ കരിയാപ്പില ചേർക്കണം. പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവുള്ളതാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കേണ്ട. ഇതിപ്പോൾ അധികം എരിവില്ലാത്തതാണ്, ഇത് 3-4 പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കരിയാപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഫ്രൈ ആവണം കേട്ടോ. ഇത് ആക്ച്വലി ആ എണ്ണയിലേക്കിട്ട് വറുത്തെടുത്താലും ഓക്കെയാണ്. ഞങ്ങളുടെ അധികം എണ്ണ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ഫൈനായിട്ട് മൂത്ത് വരണം. നല്ല മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ കോളിഫ്ലവറിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് മൂത്ത് നല്ല ഫ്രൈ ആയി പൊട്ടി ഇങ്ങനെ തെറിക്കും കേട്ടോ. ഈ സാധനം, ഈ പച്ചമുളകും കരിയാപ്പലയും ഈ വെളുത്തുള്ളിയും ഇതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 പോലിരിക്കുന്ന കോളിഫ്ലവർ 65 ഇസ് റെഡി. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ശകലം തുള്ളി മുളക് പൊടിയോ കുരുമുളക് പൊടിയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് എള്ള് വേണമെങ്കിൽ വറുത്ത് ചേർത്തിടാം, കാഷ്യൂ നട്ട്സ് ചേർത്തിടാം, പിന്നെ കുറച്ച് ഉള്ളി ഇങ്ങനെ പച്ചയ്ക്ക് അരിഞ്ഞിടാം. നമുക്ക് ഇഷ്ടമനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ശകലം കുരുമുളക് പൊടി ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറിയിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണിത്. നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം. ഈവൻ പുലാവ്, ബിരിയാണി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ 65 റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ പറ്റി പറയണമെങ്കിൽ ചെയ്യണം. താങ്ക്